സെമി ഫൈനൽ അംഗം കഴിഞ്ഞു. ഫൈനലിലേക്ക് ബർത്ത് കിട്ടിയിരിക്കുന്നത് UDF-നാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിനെ കുറിച്ചാണ് പറഞ്ഞത്. UDF-ന് ഉജ്ജ്വലമായ മിന്നും വിജയം. അതുകൊണ്ട് ഫൈനൽ ഗ്രാൻഡ് ഫിനാലെ. അവിടെ ഫൈനലിസ്റ്റുകൾ തീർച്ചയായും LDF-ഉം UDF-ഉം തന്നെയാണ്. LDF പരാജയപ്പെട്ടു എങ്കിലും തെരഞ്ഞെടുപ്പിന് ഫൈനലിൽ രണ്ടുപേരും മത്സരിക്കണമല്ലോ. അവിടെ BJP ശക്തമായ ഒരു മൂന്നാം കക്ഷി തന്നെയാണ് സാന്നിധ്യം അറിയിച്ചു. ഇവിടെ ഈ വീഡിയോയുടെ പ്രധാന ഇതിവൃത്തം UDF-ന് എവിടെയാണ് എന്തോ ഈ ഒരു കിളിപോയി നിന്ന UDF എങ്ങനെയൊക്കെയോ അത് സംഘടിപ്പിച്ചൊരു മാജിക് ഫോർമുലയിൽ എത്തി നിന്നു. അത് സംഘടനാപരമായ ഒരു വിജയം മാത്രമല്ല, ഒരുപാട് ഫാക്ടേഴ്സിൻ്റെ ഒരു ആകത്തുകയാണ് UDF-ൻ്റെ വിജയം. അപ്പോൾ അതിന് വേണ്ടി ഉള്ള ഫോർമുലകൾ, UDF വിജയത്തിൻ്റെ പ്രധാന ചേരുവകൾ, ഫോർമുലകൾ, അതൊരു ട്രെൻഡാകുമോ? അത് നിയമസഭാ തെരഞ്ഞെടുപ്പിനെ UDF-ന് വലിയ കരുത്തായി മാറുമോ? ഇതാണ് ഇപ്പോഴത്തെ ചർച്ചാ വിഷയം. നോക്കൂ, നിയമസഭാ തെരഞ്ഞെടുപ്പ് 6 മാസം അകലെയാണ്. ഈ 6 മാസം ആത്മപരിശോധനയുടെ സമയമാണ് LDF-ന്. UDF-നെ സംബന്ധിച്ചിടത്തോളം വിനയാന്വിതരാകാനുള്ള സമയമാണ്. ആ വാക്കാണ് പ്രതിപക്ഷ നേതാവ് ഉപയോഗിച്ചത്. ഉന്നത നേതാക്കളെല്ലാം, KPCC പ്രസിഡന്റും രമേശ് ചെന്നിത്തലയും എല്ലാവരും, KC വേണുഗോപാലും എല്ലാം തന്നെ ഉപയോഗിച്ചത് ഏതാനും തങ്ങൾ അതൈവ വിനയാന്വിതരാകുന്നു, തങ്ങൾ മതിമറന്ന് ആഹ്ലാദിക്കുന്നില്ല, അല്ലെങ്കിൽ അർമാദിക്കുന്നില്ല ഇപ്പോൾ. കാരണം അവർക്കറിയാം സ്വതസിദ്ധമായ ബലഹീനതയെക്കുറിച്ച് കോൺഗ്രസ്സുകാർക്ക് നന്നായി അറിയാം. UDF-ലെ ഘടകകക്ഷിയായ മുസ്ലിം ലീഗിനും നന്നായിട്ടറിയാം. UDF സംവിധാനം ഉറപ്പിച്ചു നിർത്തുന്നത് മുസ്ലിം ലീഗും കോൺഗ്രസ് തമ്മിലുള്ള വലിയ ഐക്യം തന്നെയാണ്. ഇവിടെ ആ ഐക്യത്തിനൊന്നും ഒരു കുടവും തട്ടിയിട്ടില്ല. കോൺഗ്രസിന് എതിരെ വന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരോപണം, രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന വ്യക്തിയെ സംരക്ഷിച്ചു നിർത്തി നേതാക്കൾ പല സ്വരങ്ങളിൽ സംസാരിച്ചു. വ്യക്തത ഉണ്ടായില്ല. നടൻ ദിലീപുമായി ബന്ധപ്പെട്ട വിഷയമാണെങ്കിലും ശരി, മറ്റ് സ്ത്രീ സൗഹൃദ വിഷയങ്ങളാണെങ്കിലും ശരി, UDF ഏകസ്വരത്തിൽ സംസാരിക്കുന്നില്ല. പക്ഷേ ഏകസ്വരത്തിൽ ഒരിക്കലും UDF സംസാരിച്ചിട്ടില്ല. കോൺഗ്രസ്സുകാർ പ്രത്യേകിച്ച് അവർ നാനാ സ്വരങ്ങളിൽ സംസാരിക്കുന്നു. ഇപ്പോഴും അത് തുടർന്നു. പക്ഷേ അതൊന്നും തന്നെ ജനങ്ങൾ വലിയ അർത്ഥം അതിനൊന്നും കണ്ടില്ല. UDF അങ്ങനെയാണ്. അപ്പം ഈ ഒരു രീതിശാസ്ത്രം തുടരാനാണ് സാധ്യത. പക്ഷേ പരസ്പരം നേതാക്കൾ ഈവൻ ഔട്ട് ചെയ്യാനുള്ള ശ്രമം നടന്നേക്കാം. എന്ന് പറഞ്ഞാൽ മിനിമം 3 പേരെങ്കിലും പ്രധാനപ്പെട്ട തസ്തികയ്ക്ക് വേണ്ടി, അതായത് മുഖ്യമന്ത്രി തസ്തികയ്ക്ക് വേണ്ടി സ്ഥാനത്തുണ്ട്. ഇപ്പോഴത്തെ ഷാഡോ ക്യാബിനറ്റിൻ്റെ അധ്യക്ഷൻ, അതായത് പ്രതിപക്ഷ നേതാവ് VD സതീശൻ, അദ്ദേഹമാണ് 1. 2, ഏറ്റവും സമ്പന്നനായ കോൺഗ്രസ് നേതാവ് കേരളത്തിലേത്, അത് രമേശ് ചെന്നിത്തലയാണ്. സീനിയോറിറ്റി കൊണ്ടും ആദ്യം തന്നെ കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിയിൽ എത്തിയ ആളെന്ന നിലയിലും, മുൻ മന്ത്രി എന്ന നിലയിലും, മുൻ KPCC പ്രസിഡന്റ് എന്ന നിലയിലും, ഹൈക്കമാൻഡിന് ഒരു കാലത്ത് വലിയ അഭിമതൻ എന്ന നിലയിലും, പാൻ ഇന്ത്യ പ്രതിച്ഛായുള്ള ഒരു കോൺഗ്രസ് നേതാവ് എന്ന നിലയിലും രമേശ് ചെന്നിത്തലയ്ക്ക് വലിയ ഒരു സ്ഥാനമാണുള്ളത്. കഴിഞ്ഞ പ്രതിപക്ഷ നേതാവായിരുന്നു. അദ്ദേഹത്തിന് കഴിഞ്ഞ പ്രാവശ്യം പ്രതിപക്ഷ നേതാവിൽ നിന്നും മുഖ്യമന്ത്രി പദത്തിലെത്താൻ കഴിഞ്ഞില്ല. വലിയ സാധ്യതയാണ്. 3, ഡിഫാക്ടോ ഇന്നത്തെ നിലയിൽ ഏറ്റവും പ്രാധാന്യമുള്ള തിളങ്ങുന്ന മുഖം, അറ്റ്ലീസ്റ്റ് പാൻ ഇന്ത്യ ലെവലിൽ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഒക്കെ കഴിഞ്ഞാൽ, മല്ലികാർജ്ജുൻ ഖാർഗെയൊക്കെ കഴിഞ്ഞാൽ, കോൺഗ്രസിന്റെ പ്രധാന തന്ത്രജ്ഞൻ, രാഹുൽ ഗാന്ധിയുടെ ഏറ്റവും അടുത്തയാൾ, ഗാന്ധി നെഹ്റു ഫാമിലിയുടെ ഗോൾഡൻ ഐഡ് ബോയ്, നൺ അതർ ദാൻ മിസ്റ്റർ KC വേണുഗോപാൽ. ഈ 3 ആളുകളാണ് ത്രിത്വം. ഇവർ തമ്മിൽ പരസ്പരം എത്രത്തോളം ഏകോപനം ഉണ്ടാക്കും? 3 പേരും ഒരേ സമുദായത്തിൽപ്പെടുന്നവരാണ്, നായർ സമുദായത്തിൽപ്പെടുന്നവരാണ്. മുൻപ് കളത്തിലേക്ക് തൊപ്പിയറിഞ്ഞ് കാത്തു നിന്ന ശശി തരൂർ ഔട്ട്. ഒരുപക്ഷെ K മുരളീധരൻ എന്ന മുൻ KPCC പ്രസിഡന്റ് ശക്തനായ ആളാണ്, കോൺഗ്രസ് നേതാവാണ്, ക്രൗഡ് പുള്ളറാണ്, കോൺഗ്രസിന് പ്രചരണം നയിക്കാൻ പര്യാപ്തനായ നേതാവാണ്. പക്ഷേ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുമോ? സാധ്യത കുറവാണ്. പക്ഷേ ആദ്യം പറഞ്ഞ 3 പേർ വളരെ ഗൗരവമായി പരിഗണിക്കപ്പെടുന്നു. പക്ഷേ ഇവിടെ കഴിഞ്ഞ ദിവസം നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലെ മിന്നും വിജയം ഇതിൽ ഒരാളുടെ ഗ്രാഫ് കുത്തനെ ഉയർത്തി. എല്ലാവരുടെയും കളക്റ്റീവ് ശ്രമമാണ്. KPCC പ്രസിഡന്റ് എപ്പോഴും പറയുന്നുണ്ടല്ലോ, ഞാനും എൻ്റെ ടീമും, അതായത് എൻ്റെ ടീം എന്ന് പറഞ്ഞാൽ KPCCയുടെ 3 വർക്കിംഗ് പ്രസിഡന്റുമാരുണ്ട്, ഷാഫി പറമ്പിലും അതുപോലെ അനിൽകുമാറും, വൈസ് പ്രസിഡന്റ് PC വിഷ്ണുനാഥ്, ഇവരെല്ലാം കൂടെ ചേർന്ന് നയിക്കുന്ന KPCC അതിപ്പോഴും ഒരു ടീം വർക്കിൻ്റെ ആളാണ് സണ്ണി ജോസഫ് ഒരിക്കലും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി അല്ല. പക്ഷേ ഇവരൊക്കെ പറയുന്ന വാക്കുകൾ തലനാരിഴ കീറി പരിശോധിക്കും മറുപക്ഷത്തുള്ള BJPയും CPM-ഉം. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചു വേണം വാക്കുകൾ ഉപയോഗിക്കാൻ. ഇവിടെ ഗ്രാഫ് VD സതീശൻ്റേത് ഉയർന്നതിൻ്റെ കാരണം 2 കാരണങ്ങൾ. അതിലൊന്ന്,
വി ഡി സതീശൻ്റെ പ്രതിപക്ഷ നേതാവായതിനു ശേഷമുള്ള ട്രാക്ക് റെക്കോർഡ്. അദ്ദേഹം എല്ലാ തിരഞ്ഞെടുപ്പുകളും, ഉപതെരഞ്ഞെടുപ്പുകളും, ലോക്സഭാ തെരഞ്ഞെടുപ്പും, ഈ പറഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പും മുന്നിൽ നിന്ന് നയിക്കുകയും പരാജയപ്പെട്ടാൽ എൻ്റെ മേലെ പരിചാരിക്കൂ, അതൊരു ധീരൻ്റെ, ധൈര്യവാന്റെ ലക്ഷണമാണ്. അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്തൊക്കെ പറഞ്ഞു, വി ഫെയിൽ, പുട്ട് ദ ബ്ലെയിം ഓൺ മീ, ധൈര്യപൂർവ്വം സംസ്ഥാനത്തിൻ്റെ ഭരണത്തിനുള്ള വിലയിരുത്തലാണ് എന്ന് അംഗീകരിക്കാൻ നിങ്ങൾ തയ്യാറാണോ, അല്ല എങ്കിൽ പ്രതിപക്ഷത്തെ നേതാവ് എന്നെ വിധിച്ചോളൂ എന്ന് പറഞ്ഞ് ധൈര്യത്തിൽ നിൽക്കുകയാണ്. അപ്പോൾ ഒരു തെരഞ്ഞെടുപ്പിൽ കാട്ടുന്ന ഒരു ധൈര്യം, ആ ധൈര്യം വിജയമായി കൺവേർട്ട് ചെയ്യാൻ 4 ഉപതെരഞ്ഞെടുപ്പുകൾ നടന്നു, 4ഇടത്തും, പിന്നെ പാർലമെന്റ് ഉപതെരഞ്ഞെടുപ്പ്, ഇവിടെ എല്ലാം തന്നെ മിന്നുന്ന വിജയമാണ്. ആകപ്പാടെ ചേലക്കരയിൽ മാത്രമാണ്, തൃക്കാക്കരയിൽ വിജയിച്ചു, അതുപോലെ ഉമ്മൻചാണ്ടിയുടെ പുതുപ്പള്ളിയിൽ വിജയിച്ചു, പാലക്കാട് ഇടതുപക്ഷത്തിനും കൂടെ പ്രാധാന്യമുള്ള സ്ഥലമാണ്, സിറ്റിംഗ് സീറ്റ് നിലനിർത്തി മെച്ചപ്പെട്ട ഭൂരിപക്ഷത്തോടുകൂടി നിലമ്പൂർ സീറ്റ് പിടിച്ചെടുത്തു, LDF നിന്നും അൻവർ ഇഫക്റ്റിനെ മറികടന്നുകൊണ്ട് പിടിച്ചെടുത്തു. അപ്പം ഇതെല്ലാം തന്നെ വലിയ നേട്ടമായി വി ഡി സതീശന് കാട്ടാം. അതാണ് ട്രാക്ക് റെക്കോർഡ്. ഇപ്പോഴിതാ ഒരു പൊന്തൂവൽ എന്ന നിലയിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് സെമി ഫൈനൽ വിജയിച്ചു വന്നിരിക്കുന്നു. സതീശന് ഗ്രാഫ് ഉയരാൻ കാരണം വേറൊന്നും വേണ്ട. അതോടൊപ്പം തന്നെ ക്രൈസിസ് മാനേജർ എന്ന ഒരു പുതിയ അവതാരം, അതും ഇദ്ദേഹം തന്നെയാണ്. മറ്റ് കോൺഗ്രസ് നേതാക്കളൊക്കെ പല സ്വരത്തിൽ ഇങ്ങനെ ചിന്തിച്ചു മടിച്ചു നിന്നു. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ സ്ത്രീ വിഷയം വന്നപ്പോൾ എന്ത് ചെയ്യണമെന്ന് അങ്കലാപ്പിൽ നിന്നു പലരും. പുറമേ ധൈര്യമായി പെട്ടെന്നൊരു അഭിപ്രായം പറയാൻ തയ്യാറായില്ല. ഓർക്കൂ, രാഹുൽ മാങ്കൂട്ടത്തിലും ഷാഫി പറമ്പിലുമൊക്കെ ഈ യങ് ബ്രിഗേഡ് എന്ന നിലയിൽ വി ഡി സതീശനൊപ്പം നിൽക്കുന്നു എന്നൊരു പ്രതീതിയാണ് ഉണ്ടായത്. പക്ഷേ തൻ്റെ പിന്തുണക്കാരാണെങ്കിൽ പോലും ഒരു നിർണായക ഘട്ടം വന്നപ്പോൾ ഞാനിതാ ചില ബോധ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ പറയുന്നു, ഇത് ശരിയല്ല, അദ്ദേഹം പുറത്തു പോകണം. ആദ്യം നിയമസഭാ കക്ഷിയിൽ നിന്നും പുറത്തു പോകണം, പിന്നീട് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന്, പിന്നെ സംഘടനയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെടണം. അവസാനം ഇതാ കൃത്യസമയത്തിന് സംഘടനയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും പുറത്താക്കിയിരിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ. ഇന്നൊരു കോൺഗ്രസ്സുകാരനല്ല. ഉള്ള പ്രധാന കാരണം എല്ലാവരും ചേർന്നെടുത്ത തീരുമാനമാണെങ്കിലും വി ഡി സതീശന്റെ വാക്കുകൾക്ക് അവിടെ വിലയുണ്ടായി. വി ഡി സതീശൻ ഏറെ പഴികെട്ടു. സൈബർ വെട്ടുക്കിളി കൂട്ടം എന്ന പുതിയൊരു പദം തന്നെ ഉണ്ടാവുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ അനുകൂലമായി കോൺഗ്രസ്സുകാർ, അല്ലെങ്കിൽ കോൺഗ്രസിനോട് ചേർന്ന് നിൽക്കുന്നവർ, അല്ലാത്തവർ, അവരെല്ലാം ചേർന്ന് ഉണ്ടാക്കിയെടുത്തൊരു ഹൈപ്പുണ്ട്. സേവ് രാഹുൽ മാങ്കൂട്ടത്തിൽ. ആ ക്യാമ്പയിനൊക്കെ ആദ്യം ലക്ഷ്യം വെച്ചത് വി ഡി സതീശന്റെ രക്തത്തിലാണ്. അവിടെ എന്നും പതറിയില്ല. സ്വന്തം സംഘടനയ്ക്കുള്ളിൽ നിന്ന് തന്നെ വാളുകൾ ഉയർന്നു. ഹിപ്പിയെം രക്ഷിക്കുന്നത് പോലെ പിണറായിയൊക്കെ നോക്കിക്കണ്ടു. ഇരട്ടച്ചങ്കനായ പിണറായിയെ നോക്കി പഠിക്കൂ. പിണറായി എങ്ങനെയാണ് സംരക്ഷിച്ച്, മുകേഷിനെ എങ്ങനെയാണ് സംരക്ഷിച്ച് നിർത്തുന്നത്, കെ ബി ഗണേഷ് കുമാറിനെ സംരക്ഷിച്ച് നിർത്തിയത് എങ്ങനെയാണ്, മന്ത്രിസ്ഥാനം കൊടുത്തത് എങ്ങനെയാണ്, അതുപോലെ ശബരിമല വിവാദത്തിൽ അറസ്റ്റിലായ ജയിലിലായ ആളുകളെ ഉൾപ്പെടെ വാസുവിനെയും ഒക്കെ, അതുപോലെ പത്മകുമാറിനെ ജയിലിലായിട്ട് പോലും ജില്ലാ കമ്മിറ്റിയിൽ നിലനിർത്തുന്ന CPM, അവർക്കെല്ലാം തണലൊരുക്കുന്ന മുഖ്യമന്ത്രി, അത് കണ്ടുപഠിക്കൂ. പക്ഷേ പറഞ്ഞു, കോൺഗ്രസ്സുകാരനായ വി ഡി സതീശൻ പറഞ്ഞു, ഞാൻ വേറെ ബ്ലഡാണ്, എൻ്റെ തീരുമാനം, എൻ്റെ ബോധ്യങ്ങൾ വേറെയാണ്. ആ ബോധ്യങ്ങൾക്കുള്ള ഒന്നാം തരം എൻഡോഴ്സ്മെന്റ് ആണ് കേരള ജനത നൽകിയത്. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം ഏശിയിട്ടില്ല, ഉറപ്പായി ആ വിഷയം ഏശിയിട്ടില്ല. ആ വിഷയം ഏശിയിരുന്നുവെങ്കിൽ ഇങ്ങനെയല്ലല്ലോ റിസൾട്ട് വരേണ്ടത്. അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ സതീശനെടുത്ത നിലപാടിനുള്ള കേരള ജനതയുടെ അംഗീകാരം. രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസിന് ഒരു ബാധ്യതയായില്ല. അത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ മെറിറ്റ് അല്ല, മറിച്ച് വി ഡി സതീശന്റെ ഒരു തീരുമാനത്തിന്റെ ഫലമാണ് എന്ന് കാണേണ്ടി വരും. അവിടെ രമേശ് ചെന്നിത്തലയ്ക്കും മറിച്ച് കേന്ദ്രത്തിൻ്റെ പിടിപാടുള്ള കെ സി വേണുഗോപാലിനും കാര്യമായി ഒന്നും ചെയ്യാൻ ഇല്ലായിരുന്നു എന്നതാണ്. അവരൊക്കെ ഒന്നിച്ചു നിന്നു. ഇനിയിപ്പോൾ വാളുകൾ ഉയരുമോ വി ഡി സതീശനെതിരെ എന്നതിൽ മാത്രമാണ് തർക്കം. അതുകൊണ്ട് UDF ഇനിയുള്ള കാലത്ത്, ഈ വീഡിയോയുടെ ഇതിവൃത്തം, UDFന്റെ ഭാവി, ഈ തെരഞ്ഞെടുപ്പിലെ ഉജ്ജ്വല വിജയം തീരെ ചെറുതല്ല. ജില്ലാ പഞ്ചായത്തിലെ വിജയം നോക്കൂ, 7 ജില്ലാ പഞ്ചായത്തിൽ മാത്രമാണ് വിജയിച്ചത്, 14 ജില്ലാ പഞ്ചായത്ത്. പക്ഷേ വിജയിച്ച 7 ജില്ലാ പഞ്ചായത്തിലും UDF LDFന് മേൽ കയറി നിരങ്ങുകയായിരുന്നു. കോട്ടയത്ത്, പത്തനംതിട്ടയിൽ, പിന്നെ എറണാകുളത്ത്, ഇടുക്കിയിൽ ഗംഭീര വിജയം. അപ്പോൾ മധ്യ തെക്കൻ കേരളത്തിൽ ഗംഭീര വിജയം. അതുപോലെ വയനാടിലും കോഴിക്കോട് പിടിച്ചെടുത്തു, LDFൽ നിന്നും പിടിച്ചെടുത്തു. വലിയ ഫൈറ്റാണ്. അതുപോലെ നഗരസഭ, കൊല്ലം നഗരസഭയൊക്കെ പിടിച്ചെടുക്കാൻ, കോർപ്പറേഷൻ പിടിച്ചെടുക്കാൻ, LDFൽ നിന്ന് പിടിച്ചെടുക്കാൻ കഴിയുകയും കോഴിക്കോട് LDFന്റെ തേരോട്ടം ചെറിയ രീതിയിലെങ്കിലും പിടിച്ചു നിർത്തി ഏതാണ്ട് തുല്യ സീറ്റുകൾ നേടിയെടുക്കാനും കഴിഞ്ഞു എന്ന് പറയുമ്പോൾ ചില്ലറ കാര്യമാണോ? എറണാകുളം നഗരസഭ കോർപ്പറേഷൻ തിരിച്ചു പിടിച്ചിരിക്കുന്നു. തൃശ്ശൂർ കോർപ്പറേഷൻ തിരിച്ചു പിടിച്ചിരിക്കുന്നു LDFൽ നിന്ന്. 4 കോർപ്പറേഷനിൽ പ്രധാനപ്പെട്ട കക്ഷിയോ അല്ലെങ്കിൽ നേതൃപദവിയിലോ വന്ന് തിരുവനന്തപുരത്ത് ഇംപ്രൂവ് ചെയ്ത പൊസിഷൻ. UDF എന്താണ് കൂടുതൽ ചെയ്യേണ്ടത്? അതുകൊണ്ട്
പ്രത്യേകിച്ച് UDFിന്റെ ഗ്രാഫ് സംസ്ഥാന തലത്തിൽ, ജില്ലാ പഞ്ചായത്ത് തലത്തിലും, അതായത് LDF ജയിച്ചു വന്നത് വെയ്ഫർത്തിനാണ്. കാസർഗോഡൊക്കെ LDF ജില്ലാ പഞ്ചായത്ത് പിടിച്ചു എന്ന് പറയുന്നത് തിൻ മാർജിനാണ്. തൃശ്ശൂർ സാമാന്യം തിരക്കില്ലാത്ത മാർജിൻ, കൊല്ലം, തിരുവനന്തപുരത്ത് അവരുടെ തട്ടകം നിലനിർത്തി എന്ന് മാത്രമേ കരുതാനാവൂ. അതുകൊണ്ട് LDF കേന്ദ്രങ്ങളിലേക്ക് UDF ഇരച്ചു കയറി എന്നത് വസ്തുതയാണ്. ഈ ഒരു മേൽക്കോയ്മ നിലനിർത്താൻ എല്ലാ തലത്തിലും, ജില്ലാ പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്തിൽ കൂടുതൽ വാർഡുകൾ, 520ഓളം വാർഡുകൾ ഇപ്രാവശ്യം ജയിച്ചു. കഴിഞ്ഞ പ്രാവശ്യം LDF ജയിച്ചതിന് സമാനമായ എണ്ണം വാർഡുകൾ UDF ജയിക്കുന്നു. LDF 300 ചിലർ. കഴിഞ്ഞ പ്രാവശ്യത്തെ UDFിന്റെ നിലയിലായി LDF ഇപ്രാവശ്യം. നേരെ റോൾ റിവേഴ്സലാണ്. ബ്ലോക്ക് പഞ്ചായത്തിലും UDFിനാണ് ആധിപത്യം. എല്ലായിടങ്ങളിലും വാർഡുകളിൽ ആധിപത്യം UDFിനാണ്. നഗരസഭകളുടെ കാര്യത്തിലാണെങ്കിൽ ഈ ആകപ്പാടെയുള്ള 86 നഗരസഭകളിൽ മഹാഭൂരിപക്ഷവും 50 നഗരസഭകൾ UDF നേടിയ നേരെ പകുതി നഗരസഭകൾ മാത്രമേ LDF നേടിയിട്ടുള്ളൂ. ഇതൊരു പാൻ കേരള വിജയമാണ്, UDFിന്റെ വിജയമാണ്. ഈ കാര്യം സ്ട്രെയിറ്റ് ആയി കൺവേർട്ട് ചെയ്ത് സീറ്റുകളാക്കി മാറ്റിയെടുത്താൽ 86 സീറ്റാണ്. 140 അംഗ നിയമസഭയിൽ 86 സീറ്റുകളിൽ ഇപ്പോഴത്തെ വോട്ടിംഗ് പാറ്റേൺ അനുസരിച്ച് UDFിന് എഡ്ജുണ്ട്. LDFിനേക്കാൾ മെച്ചപ്പെട്ട ഇതാണ്. 4-5 സീറ്റുകളിൽ BJPക്കാണ് എഡ്ജ്. അതുപോലെ ബാക്കിയുള്ള സീറ്റുകളിൽ 45ഓളം സീറ്റുകളിൽ LDFിനാണ് എഡ്ജ്. മറ്റേത് ബലാബലം നിൽക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ള ചിത്രമാണ് നൽകുന്നത്. നോക്കൂ, കഴിഞ്ഞ 2020 തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം വന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്താ സംഭവിച്ചത്? LDFിന് 99 നിയമസഭാ സെഗ്മെന്റിലായിരുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ഫലമനുസരിച്ച് ലീഡ്. കൃത്യമായി വോട്ടെണ്ണിയപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൃത്യമായി 99 സീറ്റുകളിൽ LDFിന്റെ സ്ഥാനാർത്ഥികൾ വിജയിച്ചു. UDF കേവലം 40 സീറ്റിലേക്ക് 41 സീറ്റിലേക്ക് ഒതുങ്ങുകയും ചെയ്തു. അവിടെ വലിയ ഒരു സാധ്യതയാണ് ഇവിടെ കാണുന്നത്. ആ 86 സീറ്റുകൾ നിലനിർത്തുകയോ വർദ്ധിപ്പിക്കുകയോ ഒക്കെ ചെയ്താലും 71 എന്ന മാജിക് നമ്പറിന് താഴെ പോകില്ല UDF എന്നതാണ് when other things remain equal ഇപ്പോൾ കിട്ടുന്ന സൂചന. പക്ഷേ അത് താഴെ പോകണമെങ്കിൽ 2 കാര്യങ്ങൾ സംഭവിക്കണം. ഒരു കാര്യം, UDFിന്റെ തന്നെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള ചക്കളത്തി പോരാട്ടം മൂക്കുകയും ജനം പൊറുതി മുട്ടുകയും മടുക്കുകയും ചെയ്താൽ ജനം തിരിച്ചു ചിന്തിച്ചു കൂടായികയില്ല. 2, LDF വലിയ തോതിൽ തെറ്റുതിരുത്തുകയും നഷ്ടപ്പെട്ടു പോയ സാമൂഹിക അടിത്തറ, പ്രത്യേകിച്ച് മുസ്ലിം സമുദായം വല്ലാതെ LDFിൽ നിന്ന് അകന്നു പോയിരിക്കുന്നു, UDFിനോടൊപ്പം ചേർന്നിരിക്കുന്നു. വെള്ളാപ്പള്ളി നടേശനെ കാര്യമായി ഗാഠമായി ആലിംഗനം ചെയ്തതിന്റെ പരിക്കുകൾ LDFിനുണ്ട്. ഈഴവ സമുദായത്തിൽ നിന്ന് വോട്ടുകൾ ലഭിച്ചതുമില്ല, അത് പലതും BJPയിലേക്ക് പോയി. അപ്പം കടിച്ചതുമില്ല പിടിച്ചതുമില്ല, കക്ഷത്തിൽ വെച്ചത് താഴെ പോവുകയും ചെയ്ത് ഉത്തരത്തിൽ നിന്ന് എടുക്കാനും സാധിച്ചില്ല. ആ അവസ്ഥയിൽ നിൽക്കുകയാണ് LDF. അതിൽ നിന്നും കാര്യമായ പൊളിച്ചെടുത്ത് മാറ്റം വരികയും LDF സ്വയം ആത്മപരിശോധന നടത്തി തിരുത്തലുകൾ നടത്തുകയും അത് ജനങ്ങളെ ബോധിപ്പിക്കുകയും ചെയ്താൽ ഒരുപക്ഷെ ജനം മാപ്പ് കൊടുത്തുകൂടായികയില്ല. അതിനുള്ള സാധ്യത ഇപ്പോൾ ഈ നിമിഷം ഞാൻ കാണുന്നില്ല. അതുകൊണ്ട് ഇറ്റ് ഈസ് അഡ്വാൻറ്റേജ് UDF ഫോർ ദി ലെജിസ്ലേറ്റീവ് അസംബ്ലി ഇലക്ഷൻ.